ആദ്യം അറിയില്ലായിരുന്നു. വീട്ടിലെത്തി കുറച്ച് കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ്, പിന്നെ ഇത് എൻ്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ്, യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കാരണം. അപ്പോൾ എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ. അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ രക്ഷപ്പെട്ടെന്ന് ഇത് അമ്മക്കത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. പാട്ടുപാടി വേദിയെ കീഴടക്കിയ റാപ്പർ വേടന് ഒരു സമ്മാനപ്പൊതിയുമായി ഒരു യുവതി സ്റ്റേജിലേക്കെത്തി. സമ്മാനപ്പൊതി തുറന്നു നോക്കിയപ്പോഴാകട്ടെ വേടന്റെ ആ മുഖത്ത് ഓർമ്മകൾ ആർത്തിരമ്പി. മരിച്ചുപോയ തന്റെ അമ്മയുടെ പഴയ ഫോട്ടോയാണ് വേടന് അപ്രതീക്ഷിത സമ്മാനമായി ലഭിച്ചത്. ഇതോടെ വേടന്റെ മിഴികൾ നിറഞ്ഞതും ആരാധകർ നോക്കി നിന്നു. കോഴിക്കോട് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. മുക്കം മണാശ്ശേരിക്കാരിയായ മെഹറൂജയാണ് വേടന് അപ്രതീക്ഷിത സമ്മാനമായി ഫ്രെയിം ചെയ്ത ഫോട്ടോ സമ്മാനമായി നൽകിയത്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണാഘോഷ പരിപാടിയായ മാവേലിക്കസിന്റെ ലോഗോ പ്രകാശന ചടങ്ങിലാണ് ഈ സംഭവം. വേദിയിൽ തരംഗമായി മാറിയ പാട്ടുകളുമായി എത്തിയ വേടന് ആ വേദി ഒരിക്കലും മറക്കാത്ത ഓർമ്മ കൂടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. 2020 കോവിഡ് കാലത്ത് 3 മാസത്തോളം മെഹറൂജയുടെ മണാശ്ശേരിയിലെ വീട്ടിൽ വേടന്റെ അമ്മ താമസിച്ചിരുന്നു. നാട്ടിലേക്ക് മടങ്ങുമ്പോൾ കോഴിക്കോട് മുഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുന്നതിനിടെ ഒപ്പമെടുത്ത സെൽഫിയിൽ നിന്നുള്ള അമ്മയുടെ ഫോട്ടോയാണ് യുവതി വേടന് സമ്മാനിച്ചത്. 4 മാസമായി ഇത് സമ്മാനിക്കാൻ കാത്തിരിക്കുകയായിരുന്നുവെന്ന് മെഹറൂജ മാധ്യമങ്ങളോട് പറഞ്ഞു. വേടനെ മുൻപ് നേരിട്ട് കണ്ടിട്ടില്ല. കോഴിക്കോട് എത്തുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ മുരളീദാസ് ആണ് വേദിയിൽ പോയി ഈ സമ്മാനം കൊണ്ടുകൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് മണാശ്ശേരിയിൽ നിന്നും എത്തിയതെന്നും മെഹറൂജ പറഞ്ഞു. വീട്ടിൽ നിന്നും തിരികെ പോകുമ്പോൾ വേടന്റെ അമ്മ മക്കളെയും ഭർത്താവിനെയും കൂട്ടി ഇനിയും ആ വീട്ടിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവർക്കതിന് പറ്റിയില്ല. വേടന്റെ അമ്മ മരിച്ചു എന്നറിഞ്ഞത് 4.5 മാസം മുൻപാണ്. മരിച്ച വിവരം അറിഞ്ഞതോടെയാണ് ഫോട്ടോ ഫ്രെയിം ചെയ്തു വെച്ചതെന്നും മെഹറൂജ പറഞ്ഞു.